എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സരിത എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ അട്ടക്കുളങ്ങര കരിമടം കോളനിയിലെ SDPI വനിതാ ബ്രാഞ്ച് പ്രസിഡൻറ്റും കൂടിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം പാർട്ടിക്കകത്തുള്ള SDPI പാർട്ടിക്കകത്തുള്ള സിറ്റി കോർപ്പറേഷൻ പ്രസിഡൻറ്റും മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറിയുമായ സനോഫറിനെതിരെയായിട്ട് ഞാൻ ഒരു 3 മാസത്തിന് മുന്നേ SDPI പാർട്ടിക്കകത്ത് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി എന്താണെന്ന് വെച്ചാൽ എന്നെ രഹസ്യമായിട്ട് സനോഫറിൻ്റെ കൂടെ സഹകരിക്കണമെന്നും ആവശ്യമുള്ള പണം തരാമെന്നും അതുപോലെ തന്നെ എൻ്റെ ഈ കട ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ കട ഇവിടെ നിന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി അവസാനം വരെയും അയാളുടെ കൂടെ ഞാൻ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാമെന്നുള്ള രീതിയിലാണ് സനോഫർ എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഈ സംസാരിച്ചതിനെ തുടർന്ന് ഞാൻ സനോഫറിൻ്റെ പേരിൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മണ്ഡലത്തിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ജില്ലയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, സംസ്ഥാനത്ത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 3 മാസങ്ങൾ കൊണ്ട് ഇവർ അന്വേഷിക്കട്ടെ, പുനഃപരിശോധിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ഓരോന്ന് പറഞ്ഞാണ് SDPI പാർട്ടിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അന്വേഷണത്തിൽ വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സനോഫറിനെതിരെ പരാതി കൊടുത്തതിനെ തുടർന്ന് സനോഫർ ചാല സലീം, പിന്നെ അനസ്, മണ്ഡലം പ്രസിഡന്റ് അനസ്, അതുപോലെ തന്നെ മുൻ ജില്ലാ പ്രസിഡൻ്റായിരുന്ന സിയാദ് കണ്ടള, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് എൻ്റെ പാസ്റ്റിലുള്ള, ഞാൻ ഈ പാർട്ടിക്കകത്ത് വന്നിട്ട് തന്നെ 2.5-3 വർഷക്കാലമായി, എൻ്റെ പാസ്റ്റിലുള്ള കുറേ വോയിസും കാര്യങ്ങളെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയ വഴി പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സനോഫറിനെതിരെ പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ സോഷ്യൽ മീഡിയ വഴി നാറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടിക്കകത്ത് വന്നതിന് ശേഷം അവർ കാണിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ പാർട്ടിക്കകത്ത് വന്നതിന് ശേഷം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് മാത്രം ഇവർ അന്വേഷിച്ചാൽ മതിയായിരുന്നു. എൻ്റെ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പാർട്ടിക്കകത്ത് വരുന്നത് തന്നെ. അവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ പാർട്ടിയിലിരുന്ന സനോഫർ, അതുപോലെ തന്നെ ഷഫീഖ് എന്ന് പറയുന്ന കാക്ക, അതുപോലെ തന്നെ ജയൻ, മണ്ഡലം മെമ്പറാണ് ജയൻ, ആ അണ്ണൻ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ സജീർ എന്ന് പറയുന്ന കാക്ക പറഞ്ഞു. ഇവരെല്ലാവരും വളഞ്ഞിരുന്നിട്ട് അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല, ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പക്ക ക്ലിയർ ആയിട്ട് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അവരെന്നെ പറഞ്ഞ് ഈ പാർട്ടിയിലോട്ട് എടുത്തത്. പാർട്ടിയിലെടുത്തതിന് ശേഷം എനിക്കൊരു വനിതാ ബ്രാഞ്ച് അവർ രൂപീകരിക്കുകയും അതുപോലെ തന്നെ 10-40 സ്ത്രീകളെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഈ ഗ്രൂപ്പിനകത്ത് കൊണ്ടുവരികയും ചെയ്തു. പാർട്ടി പറയുന്ന എല്ലാ നടപടികളും എല്ലാ പരിപാടികളും കൃത്യമായിട്ട് ചെയ്താണ് ഞാൻ മുന്നിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് സനോഫർ എൻ്റെ അടുത്ത് മോശമായ രീതിയിൽ രഹസ്യമായിട്ട് അയാളെ കൂടെ സഹകരിക്കണമെന്ന് പറഞ്ഞ് മോശമായ രീതിയിൽ കാശ് തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. ഈ കാര്യങ്ങളാണ് പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇത്രയും പേര്, സനോഫർ, വട്ടിക്കട സലീം, മണ്ഡലം പ്രസിഡന്റ് അനസ്, അതുപോലെ തന്നെ സിയാദ് കണ്ടള, അതുപോലെ തന്നെ ദിലീപ്, കരിമടം കോളനിയിലെ മുൻ ബ്രാഞ്ച് പ്രസിഡന്റായിരുന്ന ദിലീപ്, ഇത്രയും പേരും കൂടെയൊക്കെ ചേർന്ന് ജിമ്മ് സുൽഫി, അവൻ്റെ സനോഫറിൻ്റെ സഹോദരനാണ്, മൂത്ത സഹോദരൻ ജിമ്മ് സുൽഫി, സുധി, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇപ്പം എന്നെ മൊത്തത്തിൽ എൻ്റെ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പാർട്ടിക്കകത്ത് വരുന്നതിന് മുന്നേ എന്താണെന്ന് ഇവർ അന്വേഷിക്കേണ്ട കാര്യമില്ല. പാർട്ടിയിൽ വന്നതിന് ശേഷം എന്താണെന്ന് അന്വേഷിച്ചാൽ മതി. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ കൊടുത്ത പരാതിക്ക് ഇതുവരെയ്ക്കും SDPI പാർട്ടിക്കകത്ത് ഒരു നിലപാട് എടുത്തിട്ടില്ല. ഇതിനു വേണ്ടിയിട്ടാണോ ഈ പാർട്ടിക്കാരെല്ലാവരും സൈലന്റ് ആയിട്ട് ഇരുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇവരുടെ ഈ ആരൊക്കെയാണോ ഇത് എൻ്റെ ഈ ആവശ്യമില്ലാത്ത പാസ്റ്റിലെ കാര്യങ്ങളുടെ റെക്കോർഡും കാര്യങ്ങളും എടുത്ത് ഇട്ട് എന്നെ സോഷ്യൽ മീഡിയ വഴി നാറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ പേരിൽ ഞാൻ ഹരിജന വകുപ്പിൻ്റെ പേരിൽ തന്നെ ഞാൻ കേസ് ഫയൽ ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ ഫയൽ ചെയ്യും. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം പാർട്ടി നീതി നടപ്പാക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഇനി അവർ നീതി നടപ്പാക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇവന്മാർ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് ഇങ്ങനെ അപമാനപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത്? നിങ്ങൾ തന്നെ, ജനങ്ങൾ തന്നെ പറയും. ഒരാൾ മോശമായിട്ട് കൂടെ കിടക്കാൻ വിളിച്ചപ്പോഴേ പാർട്ടിയിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? പാർട്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് ഫണ്ട് കളക്ഷൻ, ഈ സനോഫർ എന്ന് പറയുന്നത് 1,00,000 രൂപ എടുത്തും മാറ്റി. സനോഫറിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് 30,000 രൂപയുടെ ഉരുപ്പിടി ബാങ്കിലിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫണ്ട് കളക്ഷനിൽ നിന്ന് എടുത്ത് ആ ഉരുപ്പിടി എടുത്തു.
മധുരയിൽ ടൂർ പോകാൻ വേണ്ടിയിട്ട് ഇവർ കുറേ പേര് മധുരയിൽ ടൂർ പോകാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് കളക്ഷനിൽ നിന്നാണ് പൈസ എടുത്തുകൊണ്ട് പോയി ജാളി അടിച്ച് തീർത്തത്. 3500 രൂപയുടെ എസ് റൂമിലെ സനോപറിന്റെ ഭാര്യ കിടക്കുള്ളൂ പറഞ്ഞു 3 റൂം അവർക്ക് വേണ്ടി എടുത്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? പാവങ്ങളെ ജനങ്ങളുടെ പണത്തിന് വേണ്ടിയായിരുന്നു. ഞങ്ങൾ ഇതുപോലെ ഈ റോഡിൽ നിന്ന് ഈ മോര് കച്ചവടം ചെയ്ത് കൊടുത്ത പൈസ വെച്ചിട്ടാണ് ഈ പാർട്ടിയിലിരിക്കുന്ന സനോപറും മറ്റംഗങ്ങളും എല്ലാവരും കൂടി തിന്നു മുടിച്ചത്. ഇതെല്ലാം ചോദ്യം ചെയ്ത് ഞാൻ പാർട്ടിക്ക് പരാതി കൊടുത്തത് കൊണ്ടാണോ ഇവരെന്നെ എൻ്റെ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ അവമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിന് നീതി എത്രയും പെട്ടെന്ന് SDPI പാർട്ടിക്കാർ ഇതിനകത്ത് നീതി നടപ്പാക്കി തരണമെന്നാണ് ഇതെൻ്റെ ഒരു അഭ്യർത്ഥന. ഇല്ലെന്നുണ്ടെങ്കിൽ വിഷയം ഇവിടെ കൊണ്ട് തീരൂല. ഇതിന് അപ്പുറം വിഷയം ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.